ക്രിസ്റ്റഫർ നോളൻ്റെ ഒഡീസിയിൽ ഹെൽനോസ് സ്പാർട്ടയായിട്ട് ലുപ്പിറ്റ നോങ്കോയെ കാസ്റ്റ് ചെയ്തുള്ള കോൺട്രവേഴ്സീസ് കാണുമ്പോഴാണ് ആളുകളുടെ ഉള്ളിൽ എത്രത്തോളം കളറസ് ഇപ്പോഴും ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. ബിക്കോസ് ലുപ്പിറ്റോ നോങ്കോയെ ഹെലനായി കാസ്റ്റ് ചെയ്തതിനെതിരെ മിക്കവാറും പറയുന്നൊരു ന്യായം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഇത് ഹിസ്റ്റോറിക്കലി ഇനാക്യുറേറ്റ് ആണ്, ഹെലൻ എന്ന് പറയുന്നത് ഗ്രീക്ക് ആണെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ആളുകൾ മറന്നു പോകുന്ന കാര്യം എന്ന് പറയുമ്പോൾ ഈ സിനിമയിൽ ഗ്രീക്കായിട്ട് മെയിൻ ക്യാരക്ടേഴ്സ് ആദ്യമില്ല. മെയിൻ ക്യാരക്ടറായിട്ടുള്ള ഒഡീസിയസിനെ അവതരിപ്പിച്ചിരിക്കുന്ന മാറ്റ് ഡാമൺ എന്ന് പറയുന്നത് അമേരിക്കൻ ആക്ടറാണ്. പെൻലോപ്പി ആയിട്ടുള്ള ആൻ ഹാത്വേ അമേരിക്കനാണ്. ടെലമാക്കസായി അഭിനയിക്കുന്ന ടോം ഹോളണ്ട് ബ്രിട്ടീഷ് ആക്ടറാണ്. ഇനി ഇതൊന്നും പോരെങ്കിൽ മെക്സിക്കൻ ആക്ടേഴ്സിനെ ഹോളിവുഡ് റൈസ് സ്വാപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള ജോൺ ലെഗുസാമോ ഈ ഒരു മൂവിക്കകത്ത് ഗ്രീക്കായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി ആരും ഒന്നും പറഞ്ഞു കേൾക്കുന്നില്ല. ഇനി പ്രധാനമായിട്ടും കേൾക്കുന്ന മറ്റൊരു വാദമാണ്, ഞങ്ങൾക്ക് ലുപ്പിറ്റോ നോങ്കോ ആയതുകൊണ്ടല്ല ഈ പ്രശ്നം, ഹോമർ തൻ്റെ ബുക്കിൽ ഹെലൻ ഓഫ് ട്രോയ് വെളുത്തതാണെന്നും സ്വർണ്ണ മുടിയുണ്ടെന്നും പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഞങ്ങൾ എതിർക്കുന്നത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഇതേ ഹോമറിൻ്റെ ബുക്കിലും പിന്നെ മറ്റനേകം ഗ്രീക്ക് മിത്തോളജിയിലും വർണ്ണിച്ചിട്ടുള്ള ഒരാളാണ് അഥീന ദേവി. ആ അഥീന ദേവിയെ അവതരിപ്പിക്കുന്നത് സെൻഡയ എന്ന് പറയുന്ന ആക്ട്രസ്സാണ്. സെൻഡയ ആക്ച്വലി പാർട്ട് ആഫ്രിക്കനാണ്. അച്ഛൻ ആഫ്രിക്കനും അമ്മ മറ്റൊരു വംശജയുമാണ്. പക്ഷേ അവിടെ ഈ കോൺട്രവേഴ്സി ഉണ്ടാകുന്നില്ല. അതിന് കാരണം സെൻഡയെ കാണുമ്പോൾ നമ്മൾ സോ കോൾഡ് ആഫ്രിക്കൻ ലുക്ക് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ കാരണം. അതുപോലെ തന്നെയാണ് നമ്മൾ നെറ്റിൽ മുഴുവൻ കാണുന്ന ഡയാൻ ക്രൂഗർ അവതരിപ്പിച്ച ഹെലനോസ് സ്പാർട്ടയും ലുപ്പിറ്റയുടെ ഹെലനോസ് സ്പാർട്ടയും നമ്മളുടെ കമ്പാരിസൺ. ആക്ച്വലി ഡയാൻ ക്രൂഗർ എന്ന് പറയുന്ന നടി ജർമ്മനാണ്. ആ പറഞ്ഞ ആളും ഗ്രീക്കല്ല. സോ ഞങ്ങൾക്ക് ഗ്രീക്ക് എത്നിസിറ്റി ഉള്ള ആൾ വേണം എന്നാണ് പറയുന്നതെങ്കിൽ ഈ രണ്ട് സിനിമകളിലും ഗ്രീക്കായിട്ടുള്ള ആളുകളുടെ റെപ്രസെൻറ്റേഷൻ കുറവാണ്. ലുപ്പിറ്റ നോങ്കോയെ കാണുമ്പോൾ ഭംഗിയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഓക്കെയാണ്, നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായം എന്ന നിലയിൽ. കാണുന്നവൻ്റെ കണ്ണിലാണല്ലോ സൗന്ദര്യം. പക്ഷേ അപ്പോഴും ചിന്തിക്കേണ്ടത് പീപ്പിൾസ് മാഗസിൻ ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള സ്ത്രീകളിൽ ഒരാളെ തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ഈ ലുപ്പിറ്റ നോങ്കോ. അതുകൊണ്ട് നമുക്ക് ഭംഗിയില്ലാന്ന് തോന്നി അതുകൊണ്ട് ഭംഗിയില്ല എന്ന് പറയാനും പറ്റില്ല. ഇനി ഒഡീസി ആസ് എ മൂവി എടുത്ത് നോക്കുകയാണെങ്കിൽ ഹോമറിൻ്റെ ഒഡീസിയും നോളൻ എടുത്ത ഒഡീസിയും തമ്മിൽ വളരെ വലിയ വ്യത്യാസങ്ങളുണ്ട്. കാരണം ഹോമറിൻ്റെത് യുദ്ധത്തെ മഹത്വവൽക്കരിക്കുന്ന ഒരു കൃതിയാണ്, എന്നാൽ നോളൻ യുദ്ധത്തിനെതിരെ എടുത്തിരിക്കുന്ന സിനിമയാണ്. കാരണം ഇതിലെ ക്യാരക്ടേഴ്സിൻ്റെ സ്വഭാവത്തിൽ തന്നെ വ്യത്യാസങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ടിറ്റുലർ ക്യാരക്ടറായിട്ടുള്ള ഒഡീസി നോവലിൽ വളരെ എക്സ്ട്രാ ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ വളരെ വിറ്റി ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. പുള്ളി ചെയ്യുന്ന തെറ്റുകളിലോ സോക്കോൾഡ് തെറ്റുകളിൽ ഒരു പശ്ചാത്താപമോ ഒന്നുമില്ല. പക്ഷേ നമ്മുടെ സിനിമയിലേക്ക് വരുമ്പോൾ ഒഡീസിയസ് PTSD ഉള്ള, അയാൾ കാരണം ഒരു നഗരം നശിപ്പിക്കപ്പെട്ടു എന്നതിൽ വിഷമവും അതിൽ കുറ്റബോധവും ഉള്ള ഒരാളായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ ഇത് ഹിസ്റ്ററി ബുക്കല്ല, ഇത് മിത്താണ്. അപ്പോൾ ആ മിത്തിൽ നമ്മൾ ഇവരൊക്കെ ഹിസ്റ്റോറിക്കൽ ക്യാരക്ടേഴ്സാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ഇത്രയധികം കഥയിലും കഥാപാത്രങ്ങളിലും വ്യത്യാസം കൊണ്ടുവന്നിട്ടുള്ള, അതായത് കോർ മെറ്റീരിയലിൽ നിന്ന് വ്യത്യാസം കൊണ്ടുവന്നിട്ടുള്ളൊരു സിനിമയിൽ നിങ്ങൾക്ക് ആകെ പ്രശ്നമായിട്ട് തോന്നുന്നത് ഒരു ക്യാരക്ടറിൻ്റെ കാസ്റ്റിംഗ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് ഹിസ്റ്ററിയോടുള്ള അടങ്ങാത്ത അഭിനിവേശം കൊണ്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഗ്രീക്കുകാരോടും അവരുടെ മിത്തോളജിയോടും വന്നൊരു ബഹുമാനം കൊണ്ടോ അല്ല എന്നും, മറിച്ച് നമ്മുടെ ഉള്ളിലുള്ള വർണ്ണവിവേചനം പതുക്കെ പുറത്തോട്ട് വന്നപ്പോൾ അതിനെ ന്യായീകരിക്കാൻ നമ്മൾ കണ്ടെത്തിയ ഫാലസികളാണ് ബാക്കിയുള്ളതെന്നും മനസ്സിലാക്കുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.